ജനവാസ മേഖലയിലിറങ്ങി നാശം വിതയ്ക്കുന്ന പടയപ്പയെന്ന് വിളിക്കുന്ന ആന മദപ്പാടിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പൊതുവെ ശാന്തനായ പടയപ്പ മദപ്പാട് കാലത്താണ് അക്രമാസക്തനാകുന്നത്. മൂന്നാർ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിലെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിവരം. മൂന്നാറിന് സമീപം ഗൂഢാർവിള എസ്റ്റേറ്റ് നെറ്റിക്കുടി ഡിവിഷനിലാണ് മദപ്പാടിൽ പടയപ്പയെ കണ്ടെത്തിയത്. ഒരാഴ്ചയായി വിനോദസഞ്ചാര കേന്ദ്രമായ മാട്ടുപ്പെട്ടിയിൽ കറങ്ങി നടക്കുകയായിരുന്നു പടയപ്പ. 3 ദിവസം മുമ്പാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ പടയപ്പയെ കണ്ടത്. തുടർന്ന് RRTയുടെ 2 ടീമും വെറ്റിനറി ഡോക്ടറും പടയപ്പയെ നിരീക്ഷിച്ചു വരികയാണ്. പടയപ്പ മദപ്പാടിലായ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു. നമ്മൾ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മൂന്നാർ റേഞ്ചിന്റെയും ദേവികുളം റേഞ്ചിന്റെ അതിർത്തി പ്രദേശത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ പൊസിഷൻ ഗ്രഹാംസ് ലാൻഡിലാണ്. നമ്മുടെ ഈ 2 RRTകളും പെട്ടിമുടി സ്പെഷ്യൽ RRT, മൂന്നാർ RRT, 2 RRTകൾ തുടർച്ചയായിട്ട് ഈ ആനയെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക് വെറ്റിനറി ഓഫീസറും ആനയെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സഞ്ചാരികളോട് പറയാനുള്ളത് ആനയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആനയുടെ അടുത്തേക്ക് പോകരുത്. അതുപോലെ അനാവശ്യമായിട്ട് മൊബൈലിൽ സെൽഫി എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. വാഹനങ്ങൾ ആനയുടെ അടുത്തോട്ട് കൊണ്ടുപോകരുത്. ആനയ്ക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനത്തിൽ ഹോണോ അല്ലെങ്കിൽ മറ്റ് മ്യൂസിക് സിസ്റ്റം ഇതൊന്നും പ്രവർത്തിപ്പിക്കരുത്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും സഞ്ചാരികൾക്കും നാട്ടുകാർക്കും എല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുമാതിരി ആളുകളൊക്കെ അത് പാലിക്കുന്നുണ്ട്. പക്ഷെ ഇനിയായാലും ആനയെ പ്രകോപിപ്പിച്ചാൽ കൃത്യമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കും. പൊതുവെ ശാന്തനായ പടയപ്പ മദപ്പാട് കാലത്താണ് അക്രമാസക്തനാകുന്നത്. പൊതുജനങ്ങളും വാഹനങ്ങളും ആനയിൽ നിന്ന് അകലം പാലിക്കണം. ആനയുടെ അടുത്തേക്ക് പോകാനോ ചിത്രങ്ങൾ പകർത്താനോ പാടില്ല. സഞ്ചാരികൾ ആനയെ കണ്ടാൽ വാഹനങ്ങളിൽ ഉച്ചത്തിൽ പാട്ടുവെച്ചും ഹോൺ മുഴക്കിയും പ്രകോപിപ്പിക്കരുതെന്നും ഇത്തരം പ്രവൃത്തികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ S. ബിജു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.